സംസ്ഥാനത്ത് അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പ് 8 ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ്, വയനാട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമുണ്ട്. വിവരങ്ങളുമായി ഷീജ ചെരുകൾ. ഷീജ, ഇത് ഈ അലർട്ട് എത്ര ദിവസത്തേക്കുള്ളതാണ്? അതിതീവ്ര മഴ തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇനി പരിശോധിക്കേണ്ടത്. സിജു, ഏതായാലും സംസ്ഥാനത്ത് ഇന്നൊരു ദിവസത്തേക്കാണ് ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് 8 ജില്ലകളിലാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇതിനു പുറമെ എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടങ്ങളിൽ അതിതീവ്ര മഴ ഇന്ന് രാത്രി വരെയും അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ രാവിലെ വരെയും അത് തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതിശക്തമായ മഴ മലപ്പുറം, പാലക്കാട്, തൃശൂർ, ആലപ്പുഴ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത്. ഈ യെല്ലോ അലർട്ടുള്ള 2 ജില്ലകളിൽ പോലും നേരത്തെയൊക്കെ ഇന്ന് രാവിലെ മുതൽ അതിശക്തമായ മഴ, ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ മലയോര മേഖലയിൽ അടക്കം ലഭിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നാളെ മുതൽ മഴയ്ക്കൊരു ശമനം ഉണ്ടാകും എന്നുള്ളതായിരുന്നു നേരത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി അതിശക്തമായ മഴ സംസ്ഥാനത്ത് വരുന്ന 4 ദിവസം കൂടി തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നത്. ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മഴ ഈ രീതിയിൽ ശക്തി കുറയും എന്ന് കരുതിയിരുന്നത് വീണ്ടും കൂടുതൽ ശക്തി പ്രാപിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. അതായത് വരുന്ന ദിവസങ്ങളിലും സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊപ്പം തന്നെ കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ഒരു പശ്ചാത്തലത്തിൽ തീരദേശ മേഖലയ്ക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. മിന്നൽ പ്രളയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഏത് രീതിയിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. സിജു.